ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ ഒന്ന് അന്വേഷിക്കുക, ഞാൻ ചത്തുപോയി ഒന്ന് അന്വേഷിക്കുക. എന്ത് സ്വഭാവമാണ് നിങ്ങളുടെ? ഞാൻ മിണ്ടില്ല നിങ്ങളോട് ആരോടും. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഇടുപ്പിലൂടെ ആരോ ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം പെൺകഴുത്തിൽ തണുപ്പ് അനുഭവപ്പെട്ടതും പെട്ടെന്ന് കണ്ണു തുറന്നു. ദത്തനാണെന്ന് മനസ്സിലായെങ്കിൽ അവൾ ഉറങ്ങുന്ന പോലെ തന്നെ കിടന്നു. കുളി കഴിഞ്ഞു വന്ന് കിടക്കുന്നത് കൊണ്ട് അവൻ്റെ മേലുള്ള വെള്ളത്തിൻ്റെ തണുപ്പ് അവളിലേക്കും പടർന്നിരുന്നു. ദത്തൻ തിരിഞ്ഞെടുക്കുന്ന വർണ്ണയെ തിരിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. അവളുടെ നെറുകയിലായി ഉമ്മ വെച്ച് അവൻ കണ്ണടച്ച് കിടന്നു. എൻ്റെ ദത്തനല്ലേ, പിന്നെ ഞാനെന്തിനെങ്ങനെ പേടിക്കുന്നേ? എനിക്കറിയുന്നില്ല. എപ്പോഴും സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കുന്ന ദത്തൻ്റെ കണ്ണുകളിൽ ഇന്ന് ഞാൻ കണ്ട അത്യാവശ്യം എന്തോ അത് വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ദത്തൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ ആലോചിക്കുമ്പോൾ അത് മനസ്സിലാക്കിയ പോലെ ദത്തൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ കുട്ടി ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. നാളെ രാവിലെ നേരത്തെ എണീക്കണം. അത്രമാത്രം പറഞ്ഞ ദത്തൻ കണ്ണടച്ചു. അല്ലെങ്കിൽ അവനെ മനസ്സിലാക്കാൻ അവളുടെ ദത്തനല്ലാതെ വേറെ ആർക്കും കഴിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് രാവിലെ നേരത്തെ ദത്തൻ വർണ്ണയെ എഴുന്നേൽപ്പിച്ചു. വർണ്ണ വേഗം തന്നെ കുളിച്ചൊരുങ്ങി പോവാൻ റെഡിയായി. ദത്തന് രാവിലെ നല്ല തിരക്കിലായിരുന്നു. എഴുന്നേറ്റത് മുതൽ ഫോണും കയ്യിൽ പിടിച്ചാണ് നടക്കുക. വേഗം ഒരുങ്ങി താഴേക്ക് പോവാൻ, ഞാൻ ഹാളിൽ വെയിറ്റ് ചെയ്യാം. പോലീസ് യൂണിഫോമിലാണ് ദത്തൻ ഇട്ടിരുന്നത്. അവൻ കയ്യിൽ കുറേ ഫയൽ എടുത്ത് താഴേക്ക് പോയി. അവൻ പോയതും വർണ്ണ ഒരു ദീർഘനിശ്വാസം എടുത്തു. അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. എന്തിനു പറഞ്ഞാ നീ ഇങ്ങനെ പേടിക്കുന്നേ? ദത്തൻ നിന്നോട് ഒരിക്കലും ദേഷ്യപ്പെടില്ല. അവൻ ചന്ദ്രമാമൻ തെറ്റ് ചെയ്തുകൊണ്ടല്ല അങ്ങനെ പെരുമാറിയ. ഇനി കഴിഞ്ഞ ദിവസം ക്ലാസ് ടെസ്റ്റ് നടത്തിയപ്പോൾ മാർക്ക് പറഞ്ഞ കാര്യം ആരും അറിയാതെ ഞാനും അനുവും വേണിയും റെഡ് കളർ പെണ്ണ് വാങ്ങി മാർക്ക് കൂട്ടിയിട്ട് ദത്തൻ അറിഞ്ഞ. വർണ്ണയ്ക്ക് ആലോചിക്കുന്നതോറും പേടിയാവാൻ തുടങ്ങി. ഒരു വട്ടം മാർക്ക് വാങ്ങിച്ചപ്പോൾ കാരണം പിന്നീടുള്ള ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്ക് ജസ്റ്റ് നോക്കുന്നില്ല. ദത്തൻ ആൻസർ ഷീറ്റ് കൃത്യമായിട്ടൊന്നും നോക്കിയില്ല എന്ന ധൈര്യത്തിലാണ് അങ്ങനെ ചെയ്തത്. അവൾ ബാഗ് എടുത്ത് വേഗം താഴേക്ക് നടന്നു. ഇനി എന്നാടാ തിരിച്ചു വരിക? ധ്രുവി ദത്തൻ്റെ തോളിൽ തട്ടി ചോദിച്ചു. ദത്തൻ ഇന്ന് തിരിച്ചു പോകുന്നതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി തറവാട്ടിലേക്ക് കയറിയതാണ് ധ്രുവി. നോക്കട്ടെടാ, നിങ്ങളുടെ കല്യാണക്കാരി ഞാൻ മുത്തശ്ശിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഉടൻ ഒരു വരവ് വരേണ്ടി വരും. ദത്തൻ ധ്രുവിയുടെ വയറിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു. പുല്ലേ, നീ എന്ത് പണിയാടാ കാണിച്ചു വെച്ചിരിക്കണേ? പുറത്തുനിന്ന് ഫോണിൽ ആരോട് സംസാരിച്ച ശേഷം പാർത്തി ദത്തൻ്റെ അരികിലേക്ക് വന്നു. എന്താടാ, അധികം അഭിനയിക്കല്ലടാ. അവൻ്റെ ഒരു മറ്റോടത്തെ പരിപാടി. ഞാനൊന്നും ചെയ്തില്ല. ഇത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഒന്ന് നിർത്തിക്കോ രണ്ടുപേരും. ആദ്യം എന്താ കാര്യം എന്ന് പറ. ഇതൊന്നും മനസ്സിലാവാതെ രണ്ടുപേരുടെ ഇടയിൽ കയറിയിരുന്നു. അയാളിപ്പോൾ ഹോസ്പിറ്റലാ. ഇന്നലെ ഇവൻ്റെ പോക്ക് കണ്ടപ്പോൾ ഞാൻ കരുതിയതാ അയാളെ തല്ലി ഇഞ്ച പരുവാക്കുമെന്ന്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഇവൻ്റെ പേരിൽ ലോക്കപ്പ് മർദ്ദനത്തിന് കേസ് വരും. ഈ തെണ്ടിയോട് ഞാൻ പറഞ്ഞതാ നിയമപരമായിട്ട് എല്ലാം നേരിട്ട് മതിയെന്ന്. പാർത്തി ദേഷ്യത്തിൽ അവൻ്റെ കോളർ പിടിച്ചുവെങ്കിലും ദത്തൻ വെറുതെ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇവൻ്റെ ചിരി കണ്ടില്ലേ, കുറച്ച് സീരിയസ് എന്നാ കേട്ടെ. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച സർവീസിൽ കയറി 1 മാസം കഴിയുന്നതിന് മുമ്പേ അവൻ്റെ ഓഫീഷ്യൽ റെക്കോർഡ് റെഡ് മാർക്ക് വീഴും. ഇതൊക്കെ നിനക്കറിയുന്നല്ലേ. പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്? പിന്നല്ലാതെ എൻ്റെ പെണ്ണിൻ്റെ മേൽ കൈവച്ച് അവനെ വെറുതെ വിടണോ? നിന്റെ തന്ത എന്ന കാരണം കൊണ്ട് മാത്രമാണ് അപ്പം അന്നമോനെ ഞാൻ കൊല്ലാതിരിക്കുന്നത്. എന്നാലും ദേവാ, മതി പാർത്തി. അവൻ ചെയ്ത് തന്നെയാണ് ശരി. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അയാൾ ഇങ്ങനെ ചെയ്ത് സുഖിച്ച് കഴിയണ്ട. കുറച്ച് വേദന സഹിക്കട്ടെ കള്ളക്കളവൻ. ശ്രീന്തത്തിനെ സപ്പോർട്ട് ചെയ്തു. സമയം വൈകി, ഇവളെന്താ വരാത്തേ? ദേവു! ദത്തൻ വാച്ച് നോക്കി തിരിഞ്ഞ് സ്റ്റെയറിനരികിൽ ബാഗും പിടിച്ച് വർണ്ണ നിൽക്കുന്നു. ഇറങ്ങാം. അവൾ തലയാട്ടി. അവരെ യാത്രയാക്കാൻ എല്ലാവരും മുറ്റത്തേക്ക് വന്നിരുന്നു. സാധാരണ പോകാൻ നേരം കരഞ്ഞു വാശി പിടിക്കാറുള്ള വർണ്ണ ഒന്നും മിണ്ടാതെ കാറ് കയറുന്നതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു.
അല്ലെങ്കിൽ തന്നെ പേടിച്ച് വിറച്ചാണ് താഴേക്ക് വന്നത്. അതിൻ്റെ കൂടെ ദത്തൻ പാർട്ടിയോട് സംസാരിക്കുന്നു കൂടെ കേട്ടതും പറഞ്ഞ് ആകെ ഭയന്നിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ദത്തനും കാറിലേക്ക് കയറി. അവരുടെ കാർ ഗേറ്റ് കടന്നു പോയത് എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ ഗേറ്റിനരികിൽ തന്നെ നോക്കി നിൽക്കുന്ന നിമ്മിയെ കണ്ട് ശ്രീ അവളുടെ അരികിലേക്ക് വന്നു. ഹലോ മാഡം, കണ്ണു തുറന്ന് സ്വപ്നം കാണാണോ? ശ്രീ കൈ വീശിക്കൊണ്ട് ചോദിച്ചു. ശ്രീ എണ്ണൊന്ന് ഫ്രീ ആണോ? എന്താ നിമ്മി? ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോവോ? ഇവിടെ ഇരുന്ന് മടുത്തു. അതിനെന്താ, പോവാലോ. എവിടേക്കാ പോവണ്ടേ? ശ്രീ എണ്ണ ഒന്ന് പറഞ്ഞില്ലേ ഒരു മലയുടെ മുകളിലുള്ള സ്ഥലം, അവിടേക്ക് പോയാലോ? ഈ നട്ടപ്പുറവിലെത്താ കുന്നിൻ്റെ മണ്ടയിൽ പോയി കരിഞ്ഞുണങ്ങാനാണ്. നമുക്ക് വൈകുന്നേരം പോവാം. സൺസെറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ. ശരി. നിമ്മി അകത്തേക്ക് കയറിപ്പോയി. തിരിച്ചുള്ള യാത്രയിൽ വർണ്ണ സൈലൻ്റ് ആയിരുന്നു. ദത്തനാണെങ്കിൽ ഒരുപാട് ഫോൺ കോൾസും തിരക്കൊക്കെ ആയിരുന്നു. വർണ്ണ കണ്ണടച്ചിരുന്നു. അവളുടെ മനസ്സിലൂടെ ദത്തനെ കണ്ടതു മുതലുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വന്നു. പണ്ട് ദത്തൻ്റെ തല്ല് കവലയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ 10 ഇരട്ടി ടെററാണ് ദത്തൻ ഇപ്പോഴെന്ന് വർണ്ണയ്ക്ക് തോന്നി. വീട്ടിലെത്തി ദത്തൻ വിളിച്ചപ്പോഴാണ് വർണ്ണ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. സമയാവാറായി, എൻ്റെ കുട്ടി വേഗം റെഡിയായി കോളേജിൽ പോകാൻ നോക്ക് കേട്ടോ. സനൂപ് ഓട്ടയായിട്ട് വരും. പോകുന്ന വഴി ഫുഡ് കഴിക്കണം കേട്ടല്ലോ. ദത്തൻ പറഞ്ഞപ്പോൾ വർണ്ണ തലയാട്ടി. ദത്തൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് ബാക്ക് സീറ്റിൽ നിന്നും ബാഗും എടുത്ത് അവൾക്ക് കൊടുത്തു. ഒപ്പം കാറിൻ്റെ കീയും. വർണ്ണ നേരെ അകത്തേക്ക് നടന്നു. ദത്തൻ പുറത്തേക്കും. അപ്പോഴേക്കും അവന് പോവാനായി പുറത്ത് ജീപ്പ് വന്നിരുന്നു. അവൻ ജീപ്പിൽ കയറി പോകുന്നു വർണ്ണ ജനലിലൂടെ കണ്ടു. അവൾ വേഗം തന്നെ ഡ്രസ്സ് മാറ്റി യൂണിഫോം എടുത്തിട്ട് കോളേജിൽ പോകാൻ റെഡിയായി. താൻ ദത്തനെ കാണിക്കാൻ തിരിച്ച് എഴുതിയ ആൻസർ ഷീറ്റുകൾ എടുത്ത് അടുപ്പിൽ കൊണ്ടുപോയി കത്തിച്ചു. പേടിച്ചിട്ടല്ല, എന്നാലും ഒരു ഭയം. അവൾ വേഗം ബാഗും എടുത്ത് വീണ്ടും പൂട്ടി ഇറങ്ങി. സനൂപിൻ്റെ ഓട്ടോയിലാണ് പോയത്. പോകുന്ന വഴി ത്രിമൂർത്തികൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. വർണ്ണയുടെ പേഴ്സ് കാലിയാക്കിയിട്ടാണ് മൂന്നും കോളേജിലേക്ക് എത്തിയത്. ഇവൾക്ക് എന്താ ദിൽഷയോട് ഇത്രയ്ക്ക് സംസാരിക്കാനുള്ളതാണോ? വേണി തൻ്റെ തൊട്ടു മുന്നിലുള്ള ബെഞ്ചിലെ കുട്ടിയോട് ക്ലാസ് ടൈമിൽ സംസാരിക്കുന്നുണ്ട് അനു അസൂയോടെ ചോദിച്ചു. ഞങ്ങളോട് പറയാതെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ രണ്ടിനെ ടീച്ചർ പൊക്കണേ ദൈവമേ. വർണ്ണ അത് പറഞ്ഞ് നാവു വായിലേക്ക് ഇട്ടതും മിസ്സിൻ്റെ വിളി വന്നിരുന്നു. വേണിക്കും ദിൽഷയ്ക്ക് എന്താ ഇത്ര സംസാരം? ഒന്നുമില്ല മിസ്. സ്റ്റാൻഡപ്പ്, മിസ് ദേഷ്യത്തിൽ പറഞ്ഞു. മിസ്, ഞാൻ ദിൽഷയോട് 2 പെന്നുണ്ടോയെന്ന് ചോദിച്ചതാ, വേണി പറഞ്ഞു. പിന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന എന്താ കുന്താണോ? വേണിയുടെ കയ്യിലെ പെന്നയിലേക്ക് നോക്കി മിസ് ചോദിച്ചു. മിസ്, അത് പിന്നെ മതി, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ്. ടീച്ചർ അലറിയതും വേണിയും ദിൽഷയും ഏതു വഴി ഓടിയെന്ന് അവർക്ക് പോലും അറിയില്ല. നമുക്കും സംസാരിക്കായിരുന്നു, എന്നാൽ നമ്മളെയും പുറത്താക്കിയായിരുന്നേ. താടിക്ക് കൈ കൊടുത്ത് പറഞ്ഞു. നിന്റെ നാവൊന്ന് നീട്ടിയ പറഞ്ഞ മോളെ, കരുനാക്കാണോന്ന് നോക്കട്ടെ, അനു പറഞ്ഞു. വേണി പോയതോടെ 2 ഉറക്കം തൂങ്ങി ക്ലാസ്സിലിരിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞതും ബെല്ലടിച്ചു. ലഞ്ച് ബ്രേക്കായിട്ടും വേണിയെ ക്ലാസ്സിലേക്ക് കാണാതെ അവർ 2 പേരും ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. വേണിയെ വിളിക്കാൻ പറഞ്ഞ ഫോൺ എടുത്തും വേണിയുടെ കോൾ ഇങ്ങോട്ട് വന്നു. അവൾ കോൾ അറ്റൻഡ് ചെയ്തു സംസാരിച്ചു. വാനു മോളെ, അവൾ കോളേജ് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടെന്ന്. അവർ 2 പേരും അവിടേക്ക് നടന്നു. നീ എങ്ങോട്ടാ വേണി ഞങ്ങളുടെ കൈയും പിടിച്ച് വലിച്ച്? അനു ചോദിച്ചു. അതൊക്കെ ഞാൻ പറയാം, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അയ്യോ, ഞാനില്ല, അതെത്താനങ്ങാനും അറിഞ്ഞോ? എനിക്ക് പേടിയാ. നീ പേടിക്കണ്ട, ദേത്തേട്ടനെ അറിയില്ല. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ഫുഡ് കഴിക്കാനാ. അത് പറഞ്ഞ് വേണി കോളേജിനടുത്തുള്ള ചെറുക്ക ഹോട്ടലിലേക്ക് കയറി. അതേ മക്കളെ, എൻ്റെ കയ്യിൽ ഇനി ആകെ 30 രൂപയുള്ളത്. അത്തൻ്റെ കാർഡ് വീട്ടിലാണ്, ഞാൻ എടുത്തിട്ടില്ല കേട്ടാ. എൻ്റെ ആകെ 10 രൂപയുള്ളോട്ടോ വേണിയെ, അനു പറഞ്ഞു. ഫണ്ടിൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട, അതൊക്കെ സെറ്റാണ്. നിങ്ങൾക്കിപ്പോൾ എന്താ കഴിക്കാൻ വേണ്ടേ? ബിരിയാണി. എനിക്കും ബിരിയാണി. വേണി 3 ബിരിയാണി ഓർഡർ ചെയ്തു. 3ഉം കഴിക്കാൻ തുടങ്ങി. അതിനിടയിൽ വേണിയുടെ ഫോൺ റിങ് ചെയ്തു. നീ എത്തിയാ? ആ, ഓക്കെ, ഞങ്ങളിവിടെ ചിറക്കല്ലുണ്ട്, നീ അവിടേക്ക് വാ. അത് പറഞ്ഞ് വേണി കോള് കട്ട് ചെയ്തു. ആരാടിയത്? ആന് ചോദിച്ചു. ദിൽഷയാ. ദിൽഷയോ? നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? രാവിലെ ക്ലാസ്സിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നയാ. അതൊക്കെ ഉണ്ട്, അവൾ വരട്ടെ എന്നിട്ട് പറയാം.
ദേവേണി വല്ല വള്ളി കിട്ടുവാണെങ്കിൽ ഞാനില്ല കേട്ടാ അനു പറഞ്ഞു. അതെ ഞാനും ഇല്ല പറഞ്ഞു. അത്ര സീനില്ല പിള്ളേരെ, നമ്മൾ വിചാരിച്ച സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ഉപകാരം അത്രേ ഉള്ളൂ. നീ എന്തൊക്കെയാ വേണി പറയണേ? ദിൽഷ വരട്ടെ എന്നിട്ട് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ കഴിക്ക്. വേണി ബിരിയാണി കഴിച്ചോണ്ട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലാ പറഞ്ഞ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിരിയാണി തലയിൽ കയറി ചുമക്കാൻ തുടങ്ങി. നീ എന്താ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കേട്ടിട്ടില്ലേ? ഞാനില്ല, എനിക്ക് പേടിയാ. അതിന് പേടിക്കാൻ മാത്രം ഒന്നുമില്ല, നീ ഞങ്ങളുടെ കൂടെ വന്നാൽ മതിയെന്ന്. ദിൽഷയെ കൂടെ കുറച്ച് ദിവസമായിട്ട് ഒരു ചെക്കൻ ശല്യപ്പെടുത്തണു. ഇന്ന് ക്ലാസ്സിലേക്ക് വരുന്ന വഴി അവരെ ഭീഷണിപ്പെടുത്തി. അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ ദിൽഷയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കും പോലും. നീ എന്തിനാ പെണ്ണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോണേ? അവളുടെ വീട്ടിൽ വിവരം പറ, അവരിടപെട്ടോളും. നമ്മൾ കുട്ടികളെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. കുട്ടികളാ? എത്ര വർഷം മുമ്പ് പോത്ത് പോലെ വളർന്നിട്ട് കുട്ടികളാണ് പോലും. എടി, ഇത് അവളുടെ വീട്ടിൽ അറിഞ്ഞ പ്രശ്നമാവും. ഓൾറെഡി അവൾക്ക് ഇപ്പം മാരേജ് പ്രപ്പോസൽസ് ഒക്കെ നോക്കുന്നുണ്ട്. ഇവൾക്ക് ഒരു അഫെയറും ഉണ്ട്. അവനാണെങ്കിൽ ജോലി ആയിട്ടില്ല. അപ്പം ഇതെങ്ങാനും വീട്ടിലറിഞ്ഞ് അവളെ വേഗം പിടിച്ച് കെട്ടിക്കും. എന്നാൽ നമുക്ക് ദത്തേനോട് പറയാം. വൈകുന്നേരം അവൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. മിണ്ടാതിരിക്കും പെണ്ണെ. ദിൽഷനോട് നിൻ്റെ അടുത്ത് പറഞ്ഞ് ദത്തേനെ അറിയിക്കാനാണ്. പക്ഷേ അതിൽ നമുക്ക് എന്ത് ലാഭം? അതുകൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിപരമായിട്ട് കളിച്ചു. ദത്തേട്ട സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. നീ എന്തിനാ കള്ളം പറഞ്ഞേ? ദത്തേട്ടൻ്റെ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ നമ്മൾ കൂട്ടുവരാൻ പറയും. പകരം 3 ബിരിയാണി വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. നിനക്കെന്താടി പ്രാന്തായ? വെറും 3 ബിരിയാണിക്കാണോ? ഒരു വാക്ക് എന്നോട് പറഞ്ഞു ഞാൻ ദത്തനെ കൊണ്ട് 3 അല്ല 30 വാങ്ങിത്തരില്ലേ? അതിലൊരു ത്രില്ലില്ലാടി. നീ ഒന്ന് പോയ പെണ്ണെ, എനിക്ക് പേടിയാ. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. നീ വരില്ല എന്ന് ഉറപ്പാണോ? അതെ, ഞാൻ വരില്ല. എന്നാ വാ. എങ്ങോട്ട്? കിച്ചണിലേക്ക്. എന്ത്? പിന്നല്ലാതെ. ഇപ്പം കഴിച്ച ബിരിയാണിയുടെ പൈസ ആര് കൊടുക്കും? എൻ്റെ കയ്യിൽ 5 പൈസയില്ല. വെയിറ്റർ ചേട്ടൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോ എന്തോ. നീ എന്തായാലും പൊറോട്ട അടിക്കാൻ നിന്നോ പറഞ്ഞ മോളെ. ഇതിനൊക്കെ കാരണം നീയാ. ഞാനാ? ആവശ്യമില്ലാത്ത ഓരോന്നിൽ പോയി തലയിട്ടിട്ട് അവൾ എൻ്റെ മേലേക്ക് വിടുന്ന. ഞാൻ ദത്തനെ വിളിക്കാൻ പോവാ. അവൻ വന്ന് പൈസ കൊടുത്തോളും. അയ്യോ ചതിക്കല്ല മോളെ. ദത്തേട്ടനെങ്ങാനും അറിഞ്ഞാൽ അതിലും മീതിയാണ് ദിൽഷയുടെ കാര്യം. അവൾ ഇത് കോളേജ് മുഴുവൻ പാട്ടാക്കും. എൻ്റെ മാത്രമല്ല, നിൻ്റെ അനുവിൻ്റെ നാണം മാനും പോവും. എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്ന അനുവിൻ്റെയും ദിൽഷയെ നോക്കി വേണി പറഞ്ഞു. അവർ രണ്ടുപേരും പതുക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്ന ഒന്നും അനുവും ദിൽഷയും കേട്ടിരുന്നില്ല. എടി, എനിക്ക് പേടിയടി. സ്റ്റേഷന് മുന്നിൽ വന്ന പറഞ്ഞ പിന്നിലേക്ക് നടന്നു. നീ എന്തിനാ പേടിക്കണേ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പുറത്ത് നിൽക്കാം. നിങ്ങൾ പോയിട്ട് വാ. ഇനി പ്രശ്നം വല്ലതുമായ നീ ദേവദത്തൻ IPSൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മതി. ദത്തനെങ്ങാനും അറിഞ്ഞാലോ? ദത്തേട്ടനെ അറിയില്ല. ഇത് ലോക്കൽ പോലീസ് സ്റ്റേഷനല്ലേ. ഇവിടേക്ക് ദത്തേട്ടൻ വരില്ല. ആരും ഒന്നും അറിയില്ല. നമ്മൾ പോകുന്നു, പരാതി കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. പ്രശ്നമായ ദത്തേൻ്റെ പേര് പറഞ്ഞാൽ മതി. ദത്തേട്ടനെ ഇനി അറിഞ്ഞാൽ തന്നെ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നീ ധൈര്യമായിട്ട് വാ. ഈ വേണി ഇവിടെ ഉണ്ട്. എന്നാ നീ കൂടെ വാ വേണി. പിന്നെ എല്ലാവരും കൂടെ കയറി ചെല്ലാൻ. ഇതെന്താ കല്യാണ സദ്യ നടക്കുന്ന ഓഡിറ്റോറിയം അല്ല, പോലീസ് സ്റ്റേഷനാണ്. അത് പറഞ്ഞു വർണ്ണയുടെ കൈ പിടിച്ച് മുന്നിലായി നിൽക്കുന്ന ദിൽഷയുടെ അനുവിൻ്റെ അരികിലേക്ക് വേണി വന്നു. ദിൽഷ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പോയി വാ. വർണ്ണയുടെ കയ്യിലേക്ക് ദിൽഷയുടെ കൈ വെച്ചുകൊണ്ട് വേണി പറഞ്ഞു. ദിൽഷ വർണ്ണയുടെ കൈ പിടിച്ച് പോലീസ് സ്റ്റേഷനിലെ ഉള്ളിലേക്ക് നടന്നു. ദിൽഷ എന്നോടെല്ലാം പറഞ്ഞു. നീ എന്ത് കൊലച്ചതിയാടി ചെയ്തേ? പാവം വർണ്ണ മോള്. തിരിഞ്ഞു നോക്കി പോകുന്ന വർണ്ണയെ കണ്ട് അനു പറഞ്ഞു. അബദ്ധം പറ്റി പോയിടി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ദൈവം, എൻ്റെ വർണ്ണ മോളെ കാത്തോണേ. നെഞ്ചിൽ കൈവച്ച് വേണി പറഞ്ഞു. എന്താ കാര്യം? പോലീസ് സ്റ്റേഷൻ്റെ ഉമ്മറത്ത് നിൽക്കുന്ന കോൺസ്റ്റബിൾ അവരോട് ചോദിച്ചു. ഒരു പരാതി കൊടുക്കാൻ, ദിൽഷ പറഞ്ഞു. അകത്തേക്ക് പോക്കോളൂ, SI സാറുണ്ട്. ദിൽഷ തലയാട്ടി അകത്തേക്ക് നടന്നു. ഈശ്വര, ഇന്നലെ തറവാട്ടി വന്ന SI എങ്ങനെ ആയിരിക്കും ഇവിടെ? ആയിരിക്കില്ല, അത് ഇവിടുത്തെ സ്റ്റേഷനിലെ SI അല്ലേ. അവൾ സ്വയം ആശ്വസിച്ച് ദിൽഷയ്ക്കൊപ്പം അകത്തേക്ക് നടന്നു. പന്ന മോനെ,
പോലീസ് സ്റ്റേഷൻ നിന്റെ അമ്മായിയുടെ അപ്പൻ്റെ വകയാന്ന് വിചാരിച്ച പാർട്ടി മന്ത്രിയൊക്കെ അങ്ങ് പുറത്ത്. ഇവിടെ ഞങ്ങൾ പറയുന്നതാണ് നിയമം. അകത്ത് കിടക്കുന്ന MLA സൽപുത്രൻ്റെ പേര് പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണമെന്നില്ല. ഇനി നീയല്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലും അവനെ ഞങ്ങൾ വിട്ടു തരില്ല. ഇവനെയൊക്കെ ഒരു വിചാരമുണ്ട്, മന്ത്രിപുത്രനായതുകൊണ്ട് എന്ത് തെണ്ടിത്തരം കാണിച്ചാലും ഒരുത്തനും ചോദിക്കില്ല എന്ന്. കോളേജ് റാഗിങ്ങിൻ്റെ പേരിൽ എന്ത് ഡാഷ് കാണിച്ചാലും ആരും ഒന്നും ചോദിക്കാൻ പോണില്ല എന്ന്. താൻ ആരോടാ കളിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഞങ്ങളുടെ ചെക്കൻ എന്തെങ്കിലും പറ്റിയ താൻ്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും, മുന്നിലിരിക്കുന്ന പാർട്ടിക്കാരൻ പറഞ്ഞു. ജീവിതകാലം മുഴുവൻ ഈ തൊപ്പി തലയിൽ വെക്കുന്ന ഒരു ശബ്ദവും ഞാൻ എടുത്തിട്ടില്ല. താൻ എന്താന്ന് വെച്ചാൽ ചെയ്യ്. പിന്നെ താൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. തൻ്റെ സാറിൻ്റെ സൽപുത്രന് ഞങ്ങളുടെ സാറ് അകത്ത് സെല്ലിൽ വേണ്ടത് കൊടുക്കുന്നുണ്ട്, ഒപ്പം അവൻ്റെ കൂട്ടുകാർക്കും. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാലും മന്ത്രിപുത്രന് 2 കാര്യം നിവർന്നു നിൽക്കാൻ പറ്റില്ല. നോക്കിക്കോ, MLA മകനെയാണ് നിങ്ങൾ കൈവച്ചത്. ഇതിനുള്ളത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. താൻ കുറെ ഒലത്തും. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ നോക്കിക്കോ. സാറെങ്ങാനും കണ്ടു വന്നാൽ തന്നെയും പിടിച്ച് അകത്ത് ഇട്ടിട്ട് വേണ്ടത് തരും. SI പറയുന്ന കേട്ട് പാർട്ടി പ്രവർത്തകൻ രൂക്ഷമായി ഒന്ന് നോക്കി. അയാൾ പുറത്തേക്ക് നടന്നു. ദേ, ഇനി ആരുടെയെങ്കിലും അമ്മയാണ് അച്ഛനാണ് ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടേക്ക് കയറി വന്ന മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. അമ്മയും ഭാര്യ അങ്ങ് വീട്ടില്. SI അയാളോട് പിന്നെ നിന്ന് വിളിച്ചു പറഞ്ഞു. വർണ്ണയുടെ ഉള്ളൊന്ന് കാളി. പേടി കൊണ്ട് അവൾ ദിൽഷയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്താ? അവരെ നോക്കി SI ചോദിച്ചു. സാർ, ഒരു കംപ്ലൈൻറ്റ് തരാൻ. എടോ, ആരെങ്കിലും വക്കീലിനെ കൊണ്ടുവന്ന് ആ പിള്ളേരെ റിലീസ് ചെയ്തേക്ക്. അവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സെല്ലിൽ നിന്നും വിയർത്ത് കുളിച്ച് വരുന്ന ആളെ കണ്ടു പറഞ്ഞ ശരിക്കും ഞെട്ടി. സാർ, പണിയാകോ? MLA മോനല്ലേ? SI ദത്തൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇവന് വേണ്ടി MLA ഒന്നും ചെയ്യില്ല. കാരണം ഈ വിവരം പുറത്തറിഞ്ഞ ഇത് അയാളുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുക. അതുകൊണ്ട് നേരിട്ട് ഒരു ആക്രമണം ഉണ്ടാവില്ല. പക്ഷെ ഒളിഞ്ഞു നിന്നൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ദത്തൻ ചിരിയോടെ കൈ കുടഞ്ഞ ടേബിളിന് മുകളിലേക്ക് തൻ്റെ വാച്ചും തൊപ്പിയും ഫോണും കയ്യിലെടുത്തു. എന്നാൽ സാറ് സമ്മതിക്കണം, ഇത്രയും നാളെ എവിടെയായിരുന്നു? ഞാനും ഇതുപോലെ ഒരു മേലുദ്യോഗസ്ഥനെ കാത്തിരിക്കായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഒരു വഴിക്ക് ഇറങ്ങും സാറേ. അതിനെന്താ, തീർച്ചയായും വരാം. നമുക്ക് ഈ നാടങ്ങ് നന്നാക്കി കളയാന്നേ. അത് പറഞ്ഞ് പുഞ്ചിരിയോടെ ദത്തൻ പുറത്തേക്ക് പോയി. വർണ്ണയാണെങ്കിൽ അവൻ കാണാതിരിക്കാൻ ദിൽഷയുടെ മറവിൽ നിൽക്കുകയാണ്. ആരോ സംഭവം കഴിയുന്തോറും ദത്തനോടുള്ള പേടി വർണ്ണയ്ക്ക് കൂടി കൂടി വന്നു, ഒപ്പം ബഹുമാനവും. നിങ്ങൾ അവിടെ ഇരിക്കട്ടാ, SI സൗമ്യമായി പറഞ്ഞ. അവർ രണ്ടുപേരും ഇരുന്നു. പറയും, എന്താ നിങ്ങളുടെ കംപ്ലൈൻറ്റ്? അയാൾ ഗൗരവത്തോട് ചോദിച്ചു. സാർ, അത് എന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു പയ്യൻ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താണ്, ദിൽഷ പറയാൻ തുടങ്ങി. ഒരു പേടിയില്ലാതെ ഇരിക്കുന്ന ദിൽഷയെ കണ്ട് വർണ്ണയ്ക്ക് അത്ഭുതമായിരുന്നു. അല്ലെങ്കിൽ ദിൽഷ അത്യാവശ്യം ബോൾഡാണ്. കോളേജിൽ എന്തോ പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു സസ്പെൻഷനൊക്കെ വാങ്ങിച്ച കക്ഷിയാണ്. സാർ ഇതുവരെ പോയില്ലേ? ഡോറിനരികെ കൈ കെട്ടി നിൽക്കുന്ന ആളെ നോക്കി SI ചോദിച്ചു. വർണ്ണയും ദിൽഷയും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഡോറി ചാരി കൈയും കെട്ടി പുഞ്ചിരിയോടെ നിൽക്കുന്ന ദത്തനെ കണ്ട് വർണ്ണയുടെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു. ഇല്ലടോ, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജീപ്പിൻ്റെ കീ എടുത്തില്ല എന്നോർത്തെ അതെടുക്കാൻ വന്നതാ. ദത്തൻ നടന്നു വന്ന് SIയുടെ മുന്നിൽ ടേബിളിൽ നിന്ന് കീ എടുത്തു. കേട്ടില്ല സാറേ, ഇതും കോളേജ് പിള്ളേരെ കേസാണ്. ഈ കുട്ടിയെ ഒരു പയ്യൻ ശല്യം ചെയ്യാത്രേ. SI പറഞ്ഞു. ദത്തൻ ഗൗരവത്തിൽ ഒരു ചെയർ വലിച്ചിട്ട് SIയുടെ അരികിലിരുന്നു. പറയൂ, എന്താണ്ടായേ? ദത്തൻ ദിൽഷയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു പറഞ്ഞു. നിങ്ങളുടെ പരാതി ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വിളിച്ചിട്ട് വരുമോ? ഇങ്ങനെ ഒരു കേസാകുമ്പോൾ കുട്ടിയുടെ വീട്ടിലുള്ളവർ അറിഞ്ഞിരിക്കണം കാര്യങ്ങൾ, SI പറഞ്ഞു. സാർ, അത് പറ്റില്ല. വീട്ടിലറിഞ്ഞാൽ അത് വേറെ വലിയ പ്രശ്നമാവും. അതാ ഞങ്ങൾ അറിയിക്കാതെ വന്നേ, ദിൽഷ പറഞ്ഞു. പക്ഷെ അത് ശരിയാവില്ല കുട്ടി. നിങ്ങൾ ലോക്കൽ ഗാർഡിയനെ വിളിക്കുമോ? നിങ്ങൾക്ക് പ്രശ്നം ആവാത്ത രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യാം, SI പറഞ്ഞു. അത് കേട്ട് ദിൽഷ വർണ്ണയെ നോക്കി. വർണ്ണയാണെങ്കിൽ ടേബിളിൻ്റെ മുകളിലെ പേപ്പർ വെയിറ്റ് കറക്കി കളിക്കുന്ന ദത്തനെ ഇടം കണ്ണിട്ട് നോക്കുകയാണ്. സാർ, വീട്ടുകാരെ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. സാർ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചു തരണം. സാറിന് ഞങ്ങളെ വിശ്വസിക്കാം. പിന്നെ അതുമാത്രമല്ല, വർണ്ണയുടെ ഹസ്ബൻഡ് ഇവിടുത്തെ IPS ഓഫീസറാണ്.
അതുകൂടി ആയതും വർണ്ണയുടെ കാറ്റ് പോയ പോലെ അവസ്ഥയായി. കൈയും കാലും വിറച്ചിട്ട് വർണ്ണയ്ക്ക് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. വേണി പറഞ്ഞു വെച്ച അറിവ് മാത്രമേ ദിൽഷയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ദത്തനും ദിൽഷയ്ക്കും വലിയ പരിചയമൊന്നുമില്ല. SI ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ദത്തനെ നോക്കിയതും അവൻ ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണ് ചിമ്മി. ആള് സ്ഥലത്തില്ല, അതാ ഞങ്ങൾ ഇവിടേക്ക് വന്നേ. വർണ്ണ, നിന്റെ ഹസ്ബൻഡിൻ്റെ പേരെന്തായിരുന്നു? വർണ്ണ, നിന്നോട് ചോദിക്കണേ. ദിൽഷ വീണ്ടും വർണ്ണയെ തട്ടി വിളിച്ചു. വർണ്ണ പതിയെ തല ഉയർത്തി. ദത്തൻ, അവൾ വിറയലോടെ പറഞ്ഞു. ഫുൾ നെയിം പറ വർണ്ണ. ദിൽഷ അവളുടെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ദേവദത്തൻ. അവൾ പരമാവധി തല കുനിച്ച് പറഞ്ഞു. ഓക്കെ, നിങ്ങളൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി തന്നോളൂ. ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യാം. പുറത്താണ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. വർണ്ണയുടെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയ ദത്തൻ അത് പറഞ്ഞതും വർണ്ണ എഴുന്നേറ്റ് വേഗം പുറത്തേക്ക് നടന്നു. അല്ല, ഓടി എന്ന് പറയുന്നതായിരിക്കും ശരി. താങ്ക് യു സാർ. ദിൽഷയും പുറത്തേക്ക് നടന്നു. സാർ, ആ കുട്ടി? SI ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. എൻ്റെ വൈഫാടോ, വർണ്ണ ദേവദത്തൻ. ഐ കാൺ ബിലീവ് ദിസ് സാർ. സാർ മാരീഡ് ആണെന്ന് അറിയായിരുന്നു, പക്ഷേ ഇത് ശരിക്കും ഒരു അത്ഭുതമായി പോയി. മിസ്സിസ് എന്താ ചെയ്യുന്നത്? അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു. പഠിക്കുക, PGക്ക്. അത് പറഞ്ഞ് ദത്തൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും വർണ്ണയും ദിൽഷയും പരാതി കൊടുത്ത് ഇറങ്ങിയിരുന്നു. വർണ്ണയാണെങ്കിൽ ഓടിച്ചെന്ന് ആദ്യം വേണിയെ കെട്ടിപ്പിടിച്ചു. ശേഷം പേടിയൊന്ന് കുറഞ്ഞതും അവളെ തള്ളാനും കുത്താനും തുടങ്ങി. വേണിയാണെങ്കിൽ അവളെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഓടാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം നോക്കി ദത്തൻ ചിരിയോടെ അവിടെ തന്നെ നിന്നു. വർണ്ണയും മറ്റുള്ളവരും കൺമുനയിൽ നിന്നും മറന്നതും ദത്തൻ ജീപ്പ് എടുത്ത് പുറത്തേക്ക് പോയി. എങ്ങനെയുണ്ട് നിമ്മി ഞാൻ പറഞ്ഞ സ്ഥലം? ചെറിയ പാറകളുടെ മുകളിലേക്ക് ഇരുന്നുകൊണ്ട് സ്ത്രീ ചോദിച്ചു. ഞാൻ വിചാരിച്ചതിനേക്കാൾ സൂപ്പറായിട്ടുണ്ട്. അല്ലെങ്കിലും കുറച്ച് കാലമായിട്ട് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ എൻ്റെ ജീവിതത്തിൽ നടക്കണേ. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എങ്കിലും സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ചു. സ്ത്രീയുടെ അരികിലായി നിമ്മിയിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതേ ഉള്ളൂ. കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു. കൂട്ടിനൊരു തണുത്ത കാറ്റ് അവരെ തഴുകിപ്പോയി. ശ്രീയേട്ടൻ ജീവിതത്തിൽ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ടോ? നിമ്മിയുടെ ചോദ്യം കേട്ട് ശ്രീ ഒരു നിമിഷം നിശ്ചലനായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിക്ക് ലെങ്ത് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. ബൈ, താങ്ക് യു.